ദൈവനാമത്തിന് കോടാനുകൂടി മഹത്വം. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 20 ഒന്നാമത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 5-6 അധ്യായങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഗിൽഗാലിലാണ് അവർ. ഗിൽഗാലിൽ വെച്ച് ദൈവം പറയുകയാണ്, ഞാൻ ഇന്ന് മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഗിൽഗാൽ എന്ന സ്ഥലത്തിന് പേരാകുന്നത്. ഗിൽഗാൽ എന്ന് പറയുന്നത് ഉരുൾ അല്ലെങ്കിൽ ഉരുട്ടുക എന്ന അർത്ഥത്തിലാണ് ഗിൽഗാൽ എന്ന് പേര് പറയുന്നത്. ഇപ്പോൾ ഗിൽഗാലിലാണ് ഒരു പാളയം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്താണ്, യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ നിന്ന് അവർ യോർദാൻ നദി കടന്ന് ഇപ്പോൾ കനാൻ ദേശത്ത് എത്തിയിരിക്കുന്നു. ഗിൽഗാലിൽ പാളയം ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഈ ഇസ്രായേലിൽ സംഭവിച്ച കാര്യം, യോർദാനിലെ വെള്ളം വറ്റിച്ച് കളഞ്ഞു ദൈവം, അവരെ അത്ഭുതകരമായി ഇപ്പുറത്ത് എത്തിച്ചു. അത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതൽ, വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ള സമയമാണ്, കൊയ്ത്ത് കാലത്താണ്. അപ്പുറത്ത് വന്നു എന്നൊക്കെയുള്ളത് അവർ കേട്ടു. കനാൻ പ്രദേശത്തുള്ളവരൊക്കെയും അവരത് കേട്ടു. അപ്പോൾ അതവർ കേട്ടിട്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ചൈതന്യമില്ലാതായി. അപ്പോൾ ദൈവം അത് കഴിഞ്ഞിട്ട് ദൈവം മോശയോട് പറഞ്ഞു, നിങ്ങൾ തീക്കല്ല് കൊണ്ടൊരു കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ എല്ലാവരെയും പരിച്ഛേദന ചെയ്യുക. അപ്പോൾ പരിച്ഛേദന ചെയ്യാനുള്ള ഒരു കാരണം, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ശേഷം തന്നെ അവർ എല്ലാവരും പരിച്ഛേദന ഏറ്റവരാണ്. എന്നാൽ പുറപ്പെട്ടു പോകുന്ന ജനത്തിന് പരിച്ഛേദന കഴിഞ്ഞുവെങ്കിലും ഈ ഇവിടെ വെച്ച് വഴിയിൽ ജനിച്ച പുതിയ ആൾക്കാരെ ഒന്നും, ഈ ജനത്തെ ഒന്നും പരിച്ഛേദന ചെയ്തിരുന്നില്ല. അപ്പം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളൊക്കെയും യഹോവയുടെ വാക്കനുസരിക്കായിക്കൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. അവരെ ആ ദേശം കാണിക്കുകയില്ലെന്ന് ദൈവം അവരോട് പറഞ്ഞതൊക്കെ സംഭവിക്കുകയും ചെയ്തു. ഇന്ന് അവരാരുമില്ല. ഇന്നിവിടെ ഉള്ളത് കാലേബും യോശുവയും എന്ന് പറയുന്ന 2 പേർ മാത്രമേ ഉള്ളൂ. 2 പേർ, ലക്ഷക്കണക്കിന് ആൾക്കാർ പുറപ്പെട്ടതിൽ നിന്ന് വെറും 2 പേർ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യത്തിലേക്ക് പോകുന്നവരുടെ അവസ്ഥയാണ്. അപ്പം വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. അപ്പോൾ ഇത് ഒരു നിഴലാണ്. പൊരുളായിരിക്കുന്നത് എന്താണ്? ദൈവരാജ്യത്തിലെ പ്രവേശനമാണ് പൊരുൾ. അപ്പോൾ ഇവിടെ കനാൻ ദേശത്തിലേക്ക് ലക്ഷങ്ങൾ പുറപ്പെട്ടപ്പോൾ 2 പേർ മാത്രമാണ് കനാൻ ദേശത്തിലേക്ക് എത്തിയെങ്കിൽ, പുറപ്പെട്ടു പോകുന്ന ലോകത്തിന് കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് വിളിക്കുകയും കേൾക്കുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആൾക്കാർ പല സഭകളിലും പല വിശ്വാസത്തിലും ഉണ്ട്. അവരിൽ പുറപ്പെട്ടവർ എല്ലാവരും ദൈവരാജ്യത്തിൽ എത്തുകയും, ഈ ദൈവരാജ്യം ഉണ്ടെന്ന് പോലും അറിയാത്ത ക്രിസ്ത്യാനികളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് എന്ന് അറിയാത്തവർ പോലുമുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ പ്രത്യാശ, ലക്ഷ്യമറിയാതെ യാത്ര തുടർന്നാൽ ലക്ഷ്യത്തെത്തുകയില്ലല്ലോ. അപ്പം വഴിതെറ്റി എവിടെയെങ്കിലും പോകും. അത് ആ യാത്രയുടെ പ്രത്യേകതയാണ്. കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് കന്യാകുമാരി ട്രെയിനിൽ കയറിയിരുന്നാൽ എന്താവും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അപ്പം അങ്ങനെ അവരെ കടക്കില്ലെന്ന് പറഞ്ഞ പോലെ അവർ കടന്നില്ല. അപ്പോൾ ഈ 2 പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗിൽഗാലിൽ അവർ പാളയം ഇറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. അവർ, എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും പെസഹ കഴിക്കുമായിരുന്നു അറിയില്ല. അത് ആ പെസഹയുടെ കുറച്ച് നാളത്തെ ഗ്യാപ്പ് വന്നോന്നും അറിയില്ല. എന്തായാലും എരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. ആ ദേശത്തിന് വിളവെടുത്ത് അവർ മലരുമൊക്കെ, അപ്പവും മലരുമൊക്കെ ഉണ്ടാക്കി തിന്നു. അപ്പോൾ തന്നെ അവർക്ക് മന്ന പിന്നെ ഇസ്രായേൽ മക്കൾ കിട്ടിയില്ല. അവർ ദേശത്തെ വിളവിൽ നിന്ന് അനുഭവിച്ചതുകൊണ്ട് പിന്നെ അവർക്ക് മന്ന അന്ന് തന്നെ നിന്നുപോയി. പിറ്റേ ദിവസം തന്നെ നിന്നുപോയി. പിറ്റേ ദിവസം തൊട്ട് പിന്നെ മന്നയില്ല. ഇസ്രായേൽ മക്കൾ പിന്നെ മന്ന കിട്ടിയതുമില്ല. ആയാണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കനാൻ ദേശത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവർക്ക് അപ്പവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ആ ദേശം എത്ര കണ്ട് സമൃദ്ധമായിരിക്കണം നമ്മൾ ഓർക്കണം. ഇതിനിടയ്ക്കല്ല, അതിന് ശേഷം യോശുവ നോക്കുമ്പോഴത്തേക്ക് എരിഹോയുടെ സമീപത്ത് ഒരാൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ചോദിച്ചു, നീ ശത്രുപക്ഷക്കാരനാണോ ഞങ്ങളുടെ പക്ഷക്കാരനാണോ എന്ന് ചോദിച്ചു. അതിന് ആ വാൾ ഊരിക്കൊണ്ടു നിന്ന ആൾ പറഞ്ഞു, ഞാൻ
ശത്രു ആണോ മിത്രമാണോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. അങ്ങനെ അവിടെ പറയുന്നില്ല. പറയുന്നത്, ഞാൻ എഴുതിപ്പെട്ടിരിക്കുന്നത്, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതനാണ് അവിടെ വന്നത്. അപ്പോൾ യോശുവ സാഷ്ടാംഗം ഇവിടെ നമസ്കരിച്ചു. ദൈവത്തിന് എന്നോടുള്ള കൽപ്പന എന്താണെന്ന് ചോദിച്ചു. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് ഇവിടെ വരെ വന്നിരിക്കുന്നു, ഗിൽഗാലിൽ പാളയമായി ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുകയാണ്. നിങ്ങൾ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് തിരികെ വരണം. അങ്ങനെ ഓരോ ദിവസവും, അങ്ങനെ 6 ദിവസം തുടർച്ചയായിട്ട് നിങ്ങളെല്ലാവരും കൂടെ പട്ടണത്തെ ചുറ്റി നടക്കണം. അതിന് 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന് മുമ്പിൽ നടക്കണം. അപ്പോൾ ആദ്യം പുരോഹിതന്മാർ അവരുടെ കൊമ്പ് പിടിച്ച് ശബ്ദമുണ്ടാക്കി കാഹളം ചെയ്ത് മുമ്പിൽ നടക്കണം ആദ്യം. അതിൻ്റെ പുറകെ പെട്ടകം കൊണ്ടുപോകണം. പെട്ടകത്തിൻ്റെ പുറകെ ജനമൊക്കെയും ഈ ആട്ടിൻകൊമ്പ് നീട്ടുകയും കാഹളം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെ ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ ആദ്യത്തെ 6 ദിവസം നിശബ്ദമായിട്ടാണ് നടക്കേണ്ടത്. 7ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ പോലെ ആർപ്പിടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ പട്ടണം അതിൽ വീഴും എന്നാണ്. അപ്പം ഭയങ്കരമായ പട്ടണം. അപ്പോൾ ഇവിടെ പട്ടണം അതിൽ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. ചുറ്റും വാതിലൊക്കെ അടച്ച് എല്ലാ വലിയ കോട്ടമതിലും കോട്ടവാതിലും ഒക്കെയും സംരക്ഷിച്ച് അവർ വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ 12ാം വാക്യത്തിൽ യോശുവ അധികാലത്ത് എഴുന്നേറ്റു, പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകമെടുത്തു. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. 2ാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. അപ്പം നിശബ്ദമായിട്ട് വേണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാഹളമൂതിലും മാത്രമാണ് ശബ്ദമുണ്ടാകുന്നത്. 7ാം ദിവസം അവർ അധികാലത്ത് എഴുന്നേറ്റ് ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. ബാക്കി എല്ലാ ദിവസവും 1 പ്രാവശ്യമാണ് ചുറ്റിയത്. അപ്പോൾ 7ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞു, ആർപ്പിടുക പറഞ്ഞു. അതുവരെ നിശബ്ദമായിരുന്ന ജനം അന്ന് 7 പ്രാവശ്യം ചുറ്റി. 7ാമത്തെ പ്രാവശ്യം ആർപ്പിടാൻ തുടങ്ങി. യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടി വീട്ടിലുള്ള എല്ലാവരും ജീവനോടെ ഇരിക്കട്ടെ. അപ്പോൾ രാഹാബിനെയും രാഹാബിൻ്റെ ബന്ധുക്കളായിരിക്കും ആ വീട്ടിലുള്ളവരെയൊക്കെ അവർ രക്ഷിക്കണമെന്നും പറയുകയാണ്. അപ്പം ശപഥാർപ്പിത വസ്ത്രമൊന്നും തൊടരുത്. അവിടെ നിന്നൊരു സാധനവും നമ്മൾ വെള്ളിയോ പൊന്നോ ഒന്നും കണ്ടാൽ, വിലപിടിപ്പുള്ള ഒന്നും എടുക്കരുത്. അതെല്ലാം ശപഥാർപ്പിതമാണ്. അതും പറഞ്ഞിട്ടാണ് അവരെ അയക്കുന്നത്. അപ്പം അങ്ങനെ അവർ പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഈ രാഹാബിൻ്റെ വീട്ടുകാരെ അപ്പനെയും എല്ലാവരും പുറത്ത് കൊണ്ടുവന്ന് അവരെ പാളയത്തിന് പുറത്ത് പാർപ്പിച്ച് രക്ഷിച്ചു. പിന്നെ അവർ പട്ടണവും അതിലൊക്കെയുള്ളത് തീ വെച്ചു. വെള്ളിയും പൊന്നും ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ അവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. ആരും ഒന്നും എടുത്തില്ല, സ്വന്തമായിട്ടൊന്നും എടുത്തില്ല. എരീഹിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാർ രാഹാബിനെ വേശ്യയെ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെ അവൾക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ചു. അവൾ ഇന്ന് വരെ ഇസ്രായേൽ പാർക്കും. ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ യോശുവയുടെ പുസ്തകം എഴുതുന്ന നാൾ വരെ. ഇത് എഴുതുന്ന കാലത്തും അവർ ഇസ്രായേലിൽ ജീവനോട് പാർക്കുന്നു. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു. ഈ ഒരു ശപഥം ചെയ്യുകയാണ് യോശുവ പറയുന്നത്, ഈ പട്ടണം, ഈ എരിഹോ പട്ടണം ഇനി എന്തെങ്കിലും ആരെങ്കിലും പണിയുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും. അവൻ്റെ അതിൻ്റെ കഥ തൊടുക്കുമ്പോൾ ഇളയ മകൻ നഷ്ടമാകും എന്നും പറയുകയാണ്. ഇത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. 1 രാജാക്കന്മാർ 16-ാം അധ്യായം വായിച്ചാൽ ഇത് സംഭവിക്കുന്നതും കാണാം. ഈ എരിഹോ പട്ടണം വീണ്ടും പണിയാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ 2 മക്കളിലും മരിക്കുന്നതിന് നമ്മൾ 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ വായിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ശപഥം എടുക്കുകയാണ്. അത് യോശുവ എടുക്കുന്ന ശപഥം ദൈവം അത് സാധ്യമാക്കി തരികയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ശപഥം നടപ്പിലാകുകയാണ്. അപ്പോൾ ദൈവപുരുഷന്മാർ ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര വലിയ നിലയുള്ളവരാണ്. അപ്പം ദൈവദൂതന്മാർ പറയുന്നത് പോലെ തന്നെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ദൈവത്തിൻ്റെ ദാസന്മാരായ മനുഷ്യരായ
ആളുകൾ ചെയ്യുമ്പോഴും ദൈവം അതുപോലെയൊക്കെയും സംഭവിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇത് വേറെയും സംഭവങ്ങളുണ്ട്. 3 ദിവസം മഴ പെയ്യാതിരിക്കട്ടെ എന്ന് ഏലിയാവ് പറയുമ്പം മഴ പെയ്യുന്നില്ല. 3 വർഷം, 3 വർഷക്കാലം, 3 വർഷത്തിലധികം മഴ പെയ്യുന്ന ദേശത്ത് മഴയില്ലാതാകുകയാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ മനുഷ്യർ പറയുന്നത്, ദൈവത്തിൻ്റെ ഈ ശക്തരായ ദാസന്മാർ പറയുന്നത് ദൈവം അംഗീകരിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം. അതിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും കാണുന്നത്. അവർക്ക് ദരിദ്രന്മാർ ന്യായം മറിച്ച് കാണുവാനും എൻ്റെ ജലത്തിലെ എളിയവരുടെ അവകാശമില്ലാതാക്കുവാനും വിധവമാർക്ക് തങ്ങൾ കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട നിയമം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്നവർക്കും എഴുത്തുകാർക്കും കഷ്ടം. അപ്പോൾ ഈ ജനത്തെ ഇങ്ങനെ അധികാരത്തിലിരിക്കുന്നവർ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? സഹായത്തിനായി നിങ്ങൾ ആരുടെ പക്കൽ പോകും? സന്ദർശിച്ച ദിവസം വരും, അതായത് ദൈവം ശിക്ഷിക്കുന്ന ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ എവിടെ നിന്ന് നിങ്ങൾ കൂടുതൽ നാശത്തിലേക്ക് പോവുകയുള്ളൂ? നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ബദ്ധന്മാരുടെ കൈയാൽ പിടിപ്പിക്കുകയും അവരുടെ മുമ്പിൽ കുനിയുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ കൈ ഇനിയും നീട്ടിക്കൊണ്ടിരിക്കും എന്നാണ് വായിക്കുന്നത്. ഇനിയാണ് നമ്മൾ കാണുന്നത് അശൂരിനെ പറ്റി പറയുന്നത്. അശൂരിന് എൻ്റെ ക്രോധമാണ് അശൂർ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊരു വടിയാണ്. അത് അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും. എൻ്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർ ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളവാനും തന്നെ. അവനും അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ച് കളവാനും അത്ര അവൻ്റെ താല്പര്യം. അപ്പം അങ്ങനെ ഈ ശമര്യയിലും യെരുശലേമിലും ശമര്യയിലും ഉള്ളവയേക്കാൾ വിശുദ്ധമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എൻ്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമര്യയോടും അതിലെ മിഥ്യാമൂർത്തിയോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? മുമ്പ് ഇവർ പുറപ്പെട്ടു വന്ന രാജ്യത്തൊക്കെയും ദേശത്തൊക്കെയും യുദ്ധം ചെയ്ത സ്ഥലങ്ങളിലൊക്കെയും അവിടുത്തെ മിഥ്യാമൂർത്തികളെ, അവിടുത്തെ ജനത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതുപോലെ ഞാൻ കൈകാര്യം ചെയ്യും. പിന്നീട് അത് കൈകാര്യം ചെയ്തത് ശമര്യയോടാണ്, അല്ലെങ്കിൽ വടക്കേ രാജ്യം ഇസ്രായേലിനോടാണ് അത് ചെയ്തത്. അവരോട് ചെയ്തതുപോലെ അവരോടും ചെയ്തിട്ടുണ്ട്, സ്വന്തം ജനമായ ഇസ്രായേലിനോടും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ എന്ന് ഞാൻ പറയാണ്. അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിൽ തൻ്റെ പ്രവൃത്തിയൊക്കെ തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ ഉന്നതഭാവത്തിൻ്റെ മഹിമയെയും സന്ദർശിക്കും. അപ്പോൾ അശൂരിനെ കൊണ്ട് ഈ യഹൂദായെ, നേരത്തെ ഇസ്രായേലിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതേ അശൂർ തന്നെ. ഇപ്പോൾ ആ അശൂരിനെ കൊണ്ട് തന്നെ യഹൂദായെയും യെരുശലേമിനെയും കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ദൈവം ഈ അശൂരിനെ തന്നെ സന്ദർശിക്കും. അവർക്കും അവരുടെ ഉന്നത ഭാവത്തിനും നീളത്തിനും ആവശ്യമായ ശിക്ഷ അവർക്കും കൊടുക്കുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ കർത്താവ് അവൻ്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമയക്കും. അവൻ്റെ മഹത്വത്തിന് കീഴെ തീ കത്തുകയും പോലെ ഒന്ന് കത്തും. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധന് ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അപ്പോൾ അതാണ് അശൂരിനെ സംബന്ധിച്ച് പറയുന്നത്. അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗ്രഹത്തിലെ രക്ഷിതകളും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. തങ്ങളെ അടിച്ചവനെ ആശ്രയിക്കാതെ. അപ്പോഴാണ് അങ്ങനെയാണ് പലപ്പോഴും വരുന്ന രാജ്യങ്ങളെ ബാബേലിനെ ആശ്രയിക്കും, അല്ലെങ്കിൽ അശൂരിനെ ആശ്രയിക്കും, ഇതൊക്കെ ചെയ്യും. എന്നാൽ അതൊന്നും ചെയ്യാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഇവിടെ പറയുന്നത് ഇസ്രായേലെ നിൻ്റെ ജനം കടൽക്കരയിലെ മഴൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. നീതിയെ പ്രവഹിക്കുന്നതായ ഒരു സംഹാരം നിർണയിച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ കർത്താവ്, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവ്വഭൂമിയുടെ മധ്യേ നിർണയിക്കുന്ന സംഹാരം വരുത്തും. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ വായനാഭാഗത്തിൽ നമ്മൾ വായിച്ച് പറഞ്ഞതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ലക്ഷക്കണക്കിന് ജനത്തിൽ നിന്നും 2 പേർ മാത്രമാണ് കനാൻ ദേശത്ത് എത്തിയത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇസ്രായേലിൽ നിൻ്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രമേ മടങ്ങി വരികയുള്ളൂ.
ബാക്കിയെല്ലാവരും നശിച്ചു പോകും, ഇല്ലാതെയായി പോവും, അകലെയായി പോവും, ദൈവത്തിൽ നിന്ന് അകലെയായി പോവും, ദൈവം അവരെ അകലെയാക്കും, അല്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിക്കും എന്ന് തന്നെയാണ്, ഒരു സംശയത്തിനിടയില്ല. അതുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അധ്യായമാണ് ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞത്. അതിൽ കുറച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേറെ കുറേ സ്ഥലങ്ങളെപ്പറ്റി, മിസ്രൈമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറേ സ്ഥലങ്ങളെപ്പറ്റി, ഗേബയെ സംബന്ധിച്ച്, മിഗ്രോന്, മിക്മാഷ്, ഗിബയ, ലേശ്, അനാഥോത്ത്, നോബ് എന്നൊക്കെ. എന്നിട്ട് പറയുകയാണ്, മദ്ബേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു, ഗബീം നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു, ഇന്ന് അവൻ സ്നോവിൽ താമസിക്കും. നോബ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുരോഹിതൻ്റെ നഗരമായിരുന്നു നോബ്. ആ നോവിനെ കുറിച്ചാണ് താമസിക്കുന്നത്. നോബിൽ താമസിക്കും എന്ന് പറഞ്ഞാൽ നോഹിൽ ദൈവത്തിൻ്റെ പെട്ടകമിരിക്കുന്ന സ്ഥലമാണ് നോബ്. അവിടെ താമസിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ അധ്യായം നമ്മളിവിടെ അവസാനിക്കുകയാണ്. മൂന്നാമത്തെ വായനാഭാഗം തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 1-2 അധ്യായങ്ങൾ. ഈ അധ്യായവും പൗലോസും സിലന്യാസും തിമോഥെയോസിനും കൂടെ തന്നെയാണ് ഈ അധ്യായം, ഒന്നാമത്തെ പുസ്തകം പോലെ ഈ പുസ്തകവും എഴുതപ്പെടുന്നത്. നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകുകയും വരിക, ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ. അപ്പോൾ അവരെക്കുറിച്ചുള്ള, കഴിഞ്ഞ പുസ്തകത്തിൽ കണ്ടതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള നല്ല വാക്കുകളോട് കൂടെയാണ് ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകൾ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ സഭകളിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രത്യേകതമായ സ്വഭാവത്തെയൊക്കെയും കുറിച്ച്. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. താഴോട്ട് വരുമ്പോൾ അവിടെ നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുന്ന കൂട്ടരെ സംബന്ധിച്ച് അങ്ങനെ ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമം നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ വിളിക്ക് യോഗ്യരായി എണ്ണപ്പെടുവാൻ വേണ്ടി. രണ്ടാമത്തെ അധ്യായം നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. അപ്പോൾ ഒരു ചെറിയ ആകുലത ഒക്കെയും ഈ വാക്കുകളിൽ ഈ സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്ന തെറ്റായ വിശ്വാസത്തിലൊക്കെ നിങ്ങൾ ഇളകിപ്പോകരുത്, നിങ്ങൾ അതിൽ നിന്നൊന്നും ഞെട്ടിപ്പോവുകയും വരുത്. അത് ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം അതിനകത്ത് അതിൻ്റെ 11-12 വാക്യങ്ങളിൽ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്, അവനെന്താണ് അതിഷ്ടം അത് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നു. സത്യത്തെ വിശ്വസിക്കേണ്ട, അവന് അനീതിയിൽ രസിക്കാനാണ് താല്പര്യമെങ്കിൽ ദൈവം അവർക്ക് അതിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നതാണ്. അപ്പം നമ്മളൊരു തെറ്റായ വഴിയിൽ പോയാൽ, ഇപ്പോൾ ആദത്തിൻ്റെ കാര്യത്തിൽ, ഹവ്വയുടെ കാര്യത്തിലൊക്കെ കണ്ടല്ലോ, അവർ അത് ചെയ്യാൻ പോകുമ്പം അവിടെ വന്ന് ആ സമയത്ത് ദൈവം അവരോട് പോയി പറയുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നൊന്നും അവിടെ പറയുന്നില്ല. മറിച്ച് എന്താണ്, അവർ ചെയ്യാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ അവരെ വിട്ടുകൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണോ ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ദൈവം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ദൈവം അവരെ ആ സമയത്ത് തടുക്കത്തില്ല.
എന്ത് താല്പര്യമുണ്ടോ ആ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് പോകാൻ കഴിയും. അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ദൈവം അതിനെ ഇടപെടുകയോ ചെയ്യുകയില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. പിന്നെ എന്നിട്ട് എൻ്റെ അവസാനം, സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇതൊക്കെയും സാഹചര്യങ്ങളിങ്ങനെ പ്രതികൂലമായിരിക്കണമെങ്കിലും ദൈവം നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ തക്കവണ്ണമുള്ള ഹൃദയം തരട്ടെ, അതിനാവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരട്ടെ, ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്നൊക്കെയും പറഞ്ഞുകൊണ്ടുള്ള കാര്യത്തിലവിടെയാണ് 2-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 3 വായനാഭാഗങ്ങളിലൂടെ കഴിഞ്ഞു. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ.